പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, അമ്മേൻ സ്തോത്രം. സമൃദ്ധിയിലിരിക്കുമ്പോഴും താഴ്ചയിലിരിക്കുമ്പോഴും സൗഖ്യത്തിലിരിക്കുമ്പോഴും രോഗത്തിലിരിക്കുമ്പോഴും ഉയർച്ചയിലിരിക്കുമ്പോഴും താഴ്ചയിലിരിക്കുമ്പോഴും നമ്മുടെ സംസാരങ്ങളെ കർത്താവ് ശ്രദ്ധിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ചിലപ്പോൾ നാം ദൈവത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്, ആമേൻ. എന്നാൽ ഹല്ലേലൂയ, നാം ഏത് രീതിയിൽ സംസാരിക്കുന്നു, എങ്ങനെ പറയുന്നു, കർത്താവ് സകലതും അറിയുന്ന ദൈവമാണ്. വായിക്കാമോ? ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം. യഹോവ ഈ വചനങ്ങൾ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച്, അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ഇയ്യോബും അതുപോലെ തന്നെ ഈ 3 ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരും സംസാരിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ച്? ദൈവത്തെക്കുറിച്ച്. എന്നാൽ ആരാണ് ദൈവത്തെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചത്? ദൈവം പ്രിയപ്പെടുന്ന രീതിയിൽ ആരാ സംസാരിച്ചത്? ആമേൻ. എന്തുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയാൻ കാരണം? ഇവർ 2 പേരും സംസാരിച്ച് തുടങ്ങിയ ഭാഗങ്ങൾ നമുക്കറിയാം. ഇയ്യോബിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങളിൽ ഇയ്യോബിൻ്റെ അനുഗ്രഹങ്ങളും ഇയ്യോബിന് വന്ന കഷ്ടനഷ്ടങ്ങളും ഒക്കെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ ഇയ്യോബ് വായ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇയ്യോബ് 3:1 മുതൽ ഇയ്യോബ് തുടങ്ങുന്നത്, അനന്തരം ഇയ്യോബ് വായ് തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. ഇയ്യോബ് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരാൺ ഉൽപ്പാദിച്ച് എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ. ഇത് പറഞ്ഞത് ശരിയാണോ? നാം മാനുഷികമൊക്കെ നോക്കുമ്പോഴത് ശരിയല്ല. അങ്ങനെ പറയുവാൻ പാടില്ല. എന്ത് കഷ്ടം വന്നാലും നാം കർത്താവിനെ കുറിച്ച് അങ്ങനെ ശപിക്കുവാൻ പാടില്ല, അല്ലേ? അത് വിഹിതമായതാണോ? അല്ല. ആമേൻ. ദൈവത്തിൻ്റെ ഹിതമല്ലാത്തതാണ് സംസാരിച്ചത്. ഇനി ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ സംസാരിച്ചു തുടങ്ങിയത് ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ അതിന് തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും? നീ പലരെ ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്നു. സ്തോത്രം. അടുത്ത് നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു. സ്തോത്രം. എന്നാൽ 5-ാം അധ്യായത്തിൽ നാം എപ്പോഴും പറയുന്ന വാക്യങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം. 5-ന്റെ ആമേൻ 9-ാം വചനത്തിൽ അവൻ ആരാഞ്ഞുകൂടാതെ വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. ഇതൊക്കെ പറഞ്ഞത് ആരെന്നറിയാവോ? തേമാന്യനായ എലീഫസ്, ഇയ്യോബിൻ്റെ സ്നേഹിതനാണ് പറഞ്ഞത്. അപ്പോൾ ഇയ്യോബിൻ്റെ സ്നേഹിതൻ ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്നു. ദൈവം ആരാണ്? ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങൾ അസംഖ്യമായ അത്ഭുതങ്ങളിൽ ചെയ്യുന്ന ദൈവമാണ്. അടുത്ത 17-ാം വചനത്തിൽ ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നൊക്കെ പറയുക. അപ്പോൾ അത് ദൈവത്തിന് പ്രസാദമെന്ന് നമുക്ക് തോന്നാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സാഹചര്യം നാം മനസ്സിലാക്കണം. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഇയ്യോബിൻ്റെ പുസ്തകം 39, 40, 41 വചനങ്ങളിൽ ദൈവം ഇയ്യോബിനോട് നേരിട്ടിറങ്ങി സംസാരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇയ്യോബ് 42-ന്റെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ ഇയ്യോബിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ അത് കേട്ടിട്ടാണ് കർത്താവ് പറഞ്ഞത്. യഹോവ ഈ വചനങ്ങളെ എലീഫാസിനോട് പറഞ്ഞു. ആമേൻ. പറഞ്ഞു, ആമേൻ. നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങളെന്നെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങളെന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സംസാരം എങ്ങനെയുള്ളതായിരിക്കുന്നു? അവൻ ഇയ്യോബ് പറഞ്ഞത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. 42-1 മുതൽ അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബ് വായി തുറന്ന് പറയുക, അപ്പം അങ്ങേക്ക് സകലവും കഴിയും. 2, അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്ന ഒരുവനാർ? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി.
തിരിച്ചറിയാതെ പറഞ്ഞു പോയി എന്ന് ഇയ്യോബ് പറയുന്നു. 4-ാം വചനത്തിൽ കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. അപ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനുമുള്ള ഒരു അടുപ്പം. ഹല്ലേലൂയ. ദൈവം പറയുന്നത് കേൾക്കുവാനുള്ളൊരു മനസ്സ്. ഞാൻ നിന്നോട് ചോദിക്കും അപ്പാ, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ആ ഒരു താഴ്മ. 5-ാം വചനത്തിൽ ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഹല്ലേലൂയ. ആ മനോഭാവമുള്ളവന് ഇയ്യോബിൻ്റെ മുൻപിൽ ദൈവം പ്രത്യക്ഷനായി. 6-ാം വചനത്തിൽ ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആർക്കിത് പറയുവാൻ കഴിയും? എന്നെ തന്നെ ഞാൻ വെറുക്കുന്നു. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞപ്പോൾ ആ കർത്താവ് പറഞ്ഞത്, ആമേൻ, സ്തോത്രം, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. പ്രിയ ദൈവമക്കളെ, കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഞെരുക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും, ആമേൻ, സ്തോത്രം, സ്തോത്രം, ഇയ്യോബിനെ പോലെ നാം പലപ്പോഴും നമ്മുടെ ദിവസത്തെ ശപിക്കുകയും ഒത്തിരി കാര്യങ്ങൾ ഇയ്യോബ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരും പലതും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ദൈവം വലിയവനാണ്, ദൈവം അങ്ങനെ ആരെയും ഇങ്ങനെ ചെയ്യത്തില്ല, അപ്പോൾ എന്തോ പാപം ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാം കേട്ടുകൊണ്ടിരുന്ന കർത്താവ് ഇയ്യോബിന് മുൻപിൽ പ്രത്യക്ഷനായി. ഇയ്യോബ് ഹല്ലേലൂയ, ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവസ്ഥലത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. ആ ഇയ്യോബിൻ്റെ കുറിച്ച് കർത്താവ് വീണ്ടും സാക്ഷി പറയുന്നു. അടുത്ത വചനങ്ങളിൽ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം അവൻ്റെ സന്നിധിയിൽ പോയി കഴിപ്പിൻ, എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. വീണ്ടും കർത്താവ് പറയുന്ന, എൻ്റെ ദാസനായ ഇയ്യോബിനെ കുറിച്ച് നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. 2-3 പ്രാവശ്യം കർത്താവ് 42-ാം അധ്യായത്തിൽ എടുത്തു പറയുന്നു. സ്തോത്രം. 9-ാം വചനത്തിൽ അവരങ്ങനെ തന്നെ ചെയ്തു. ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. 10-ാം വചനത്തിൽ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്തുതിക്ക് ഭേദം വരുത്തി. മുൻപേ ഉണ്ടായിരുന്നതൊക്കെ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മോട് സംസാരിച്ച ഒറ്റ കാര്യം, നാം എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന് വിഹിതമായത്, എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. അതേ, ദൈവത്തിന് ഹിതമായത് മാത്രം സംസാരിക്കുക. നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ നാം നമ്മെക്കുറിച്ച് സംസാരിക്കുന്നതായാലും, നാം ദൈവത്തോട് പറയുന്നതായിരുന്നാലും, നാം മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതായിരുന്നാലും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമ്മുടെ മുഖത്തെയും ആദരിച്ച് നമ്മെ മാനിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അതേ നാഥ കർത്താവേ, ഹല്ലേലൂയ. അപ്പോൾ ഇയ്യോബിനെ പോലെ തന്നെ കർത്താവേ, ശിവ, അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി ഞങ്ങളുടെ ഓരോരുത്തരുടെ സംസാരങ്ങൾ കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളതിനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ മുഖത്തെ ആദരിക്കുന്ന കർത്താവ് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായി മടക്കി കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.